So first of all, we can move into the term what is marketing and what is the definition given for the marketing and in the schools. Okay. So first we will be discussing what is the module 1. We can start our lecture with the module. That is, in module 1, we want to study what is the meaning and definition of the different marketing concept, then the functions of marketing, environmental factors, market segmentation, buying motive and process, consumer, what is the difference between a consumer and a customer, then the factors affecting the consumer behavior and marketing plan. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാനിപ്പോൾ ഇന്ന് എടുക്കുന്നത്. ദാറ്റ് ഈസ് എന്താണ് മൊഡ്യൂൾ എന്ന് നമ്മൾ നോക്കി. ഇതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ട ഫസ്റ്റ് മൊഡ്യൂളിൽ. So we can move into the first word as that is an introduction to the marketing management. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് എന്ന ടേം നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ മാർക്കറ്റിംഗ് എങ്ങനെ മാനേജ് ചെയ്യുക, അതാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് വി ക്യാൻ സ്റ്റാർട്ട് അവർ സെഷൻ. ദാറ്റ് ഇസ് വാട്ട് അസ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് ഓൾവേസ് എ കസ്റ്റമർ സെൻറ്റേർഡ് അപ്രോച്ച്. മാർക്കറ്റിംഗ് എപ്പോഴും കസ്റ്റമറിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് മാർക്കറ്റിംഗ്. ബട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൊഡ്യൂസർ സെൻറ്റേർഡ് അപ്രോച്ച്. ദാറ്റ് ഈസ് പ്രൊഡ്യൂസർ ഉണ്ടാക്കുന്ന എന്ത് പ്രൊഡക്റ്റിനെയും സെല്ല് ചെയ്യുക എന്നത് മാത്രമാണ് ഒരു സെല്ലിംഗ് കൺസെപ്റ്റിൽ ഉണ്ടാകുന്നത്. ബട്ട് ഇൻ എ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് വി ആർ ഫോക്കസിങ് ഓൺ ദി കസ്റ്റമർ നീഡ്സ്. കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടുന്ന പ്രൊഡക്റ്റാണോ നമ്മൾ എത്തിക്കുന്നത്. ഇഫ് വി ആർ സാറ്റിസ്ഫൈങ് ദം, ഇറ്റ് മീൻസ് വി ആർ ഡൂയിങ് മാർക്കറ്റിംഗ് പ്രോസസ്. ഓക്കെ. So always marketing is a customer centered approach. American Marketing Association AMA has defined marketing as, or the marketing management as, an organizational function and a set of processes for creating, communicating and delivering value to customers and for managing customer relationship in a way that benefit the organization and stakeholders. So ഇത് ഒരു ഓർഗനൈസേഷൻ്റെ ഫങ്ഷനാണ്. ബട്ട് അതിലെന്തൊക്കെയുണ്ട്? ക്രിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിങ് വാല്യൂ ടു ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, വാല്യൂസ് ഡെലിവർ ചെയ്യുക. ആൻഡ് ഫോർ മാനേജിങ് ദ കസ്റ്റമർ റിലേഷൻഷിപ്പ്. എന്തിനു വേണ്ടി? നമ്മുടെ ഓർഗനൈസേഷനും സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ബെനിഫിറ്റിന് വേണ്ടിയിട്ട് വി ആർ മാനേജിങ് ദ കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഇതിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ബൈ ദ ഡെഫിനിഷൻ ഓഫ് AMA. പല പല ഡെഫിനിഷൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. സോ ബെറ്റർ ഒരു ഡെഫിനിഷൻ ഇതേപടി പഠിക്കുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ്. ഓക്കെ. സോ ഇനി എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? മാർക്കറ്റിങ്ങിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ആദ്യം ആ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇറ്റ് ക്രിയേറ്റ്സ്, കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഡെലിവർ വാല്യൂ ടു ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ ഫോക്കസ്ഡ് ആണ്. സോ ഇറ്റ് ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഡെലിവർ വാല്യൂസ് ടു ദ കൺസ്യൂമേഴ്സ് ഓർ ദ കസ്റ്റമേഴ്സ്. It is a societal process by which people obtain what they want through creating and exchanging products and value with others. നേരത്തെ പറഞ്ഞ ക്രിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, ഡെലിവറിങ് വാല്യൂയിലൂടെ നമ്മൾ എന്താണ് നേടുന്നത്? നമുക്ക് വേണ്ടത് വേറൊരാളിൽ നിന്ന് വാങ്ങുന്നു. അതിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാനേജ്മെൻറ്റ് പ്രോസസ് വിച്ച് ഐഡൻറ്റിഫൈസ് ആൻഡ് ആൻറ്റിസിപ്പേറ്റ് കസ്റ്റമർ നീഡ്സ് സോ ആസ് ടു ജനറേറ്റ് പ്രോഫിറ്റ് ബൈ സാറ്റിസ്ഫൈയിങ് ദം. എപ്പോഴും കസ്റ്റമർ സെൻട്രിക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കസ്റ്റമറിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക. ഇൻ ദാറ്റ് ടേംസ് വി ആർ ഗെയിനിങ് സം പ്രോഫിറ്റ്. കസ്റ്റമറിൻ്റെ വേർഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ച് പ്രോഫിറ്റും വേണം ഓർഗനൈസേഷന്. ഇതിനെയാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻ ഓഫ് ട്രാൻസ്ഫറിങ് ഗുഡ്സ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമേഴ്സ്. പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമേഴ്സ് വന്ന പ്രൊഡക്റ്റ് എത്തുന്ന രീതിയെ ആ കൊമേഴ്ഷ്യൽ ഫംഗ്ഷനെ തന്നെ നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറയാം. And it is a process of utilizing the resource of an organization in order to meet the changing needs of a customer. നമ്മുടെ ഓർഗനൈസേഷനിൽ ലിമിറ്റഡ് റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് കസ്റ്റമർ നീഡ് സാറ്റിസ്ഫാക്ഷൻ. ദിസ് ഈസ് എ കീൻ കൺസെപ്റ്റ്. എല്ലാ മാർക്കറ്റിംഗ് എന്ന ടേമിൽ തന്നെ മെയിൻ കൺസെപ്റ്റ് കസ്റ്റമർ സെൻട്രിക് ആണ്. കസ്റ്റമർ നീഡ് സാറ്റിസ്ഫാക്ഷൻ ഷുഡ് ബി ദ കീ എലമെൻറ്റ് ഇൻ എ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. ഓക്കെ. ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ്. ഇതൊരു ഇൻട്രൊഡക്ടറി സെഷനാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്, എങ്ങനെയാണ് ഇത് വന്നത്, വാട്ട് ഇസ് എവല്യൂഷൻ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. സോ മൂവിങ് ഓൺ ടു ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റിംഗ്. വൈ വി ആർ ഡൂയിങ് ദിസ് മാർക്കറ്റിംഗ് ആൻഡ് വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് മാർക്കറ്റിംഗ്. ഇറ്റ് ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് മാർക്കറ്റ് വെയർ ദ പ്രൊഡക്റ്റ് ക്യാൻ ബി മാർക്കറ്റഡ്. ഒരു പ്രൊഡക്റ്റ് നമുക്കുണ്ട്. അപ്പോൾ അത് ഏത് ഏരിയയിൽ വേണം നമ്മൾ മാർക്കറ്റ് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടണതെന്ന് അറിയണം.
ദാറ്റ് ഈസ് ദ ടാർഗറ്റ് മാർക്കറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിന് നമുക്ക് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് അറിയണം. Similarly, to identify the needs and wants of the target market, simply finding out the target market is nothing. But we want to find in the target market what is the product they require and what is that they doesn't require. That is the second one. Just identify the needs and wants of the target market. Then the third one, to develop products sufficient enough to satisfy the needs of the target, to follow promotional techniques. കസ്റ്റമർ ഒരു ആ ടാർഗറ്റ് ഗ്രൂപ്പിൻ്റെ ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യുക. അതിനും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദ ഫോർത്ത് വൺ, ടു ഡിറ്റർമിൻ ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. ജസ്റ്റ് അവിടെ പ്രൊഡക്റ്റ് എത്തിച്ചുകൊണ്ട് കാര്യമില്ല, അതിന് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യണം. It should be also possible only through marketing management. To deliver and distribute these products. ഈ പ്രൊഡക്ട്സ് ഡെലിവറി ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഇസ് റിക്വയർഡ്. സോ ദ ഒബ്ജക്റ്റീവ്സ് ആർ ടു ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് മാർക്കറ്റ്, to identify the needs and wants of the target market, to develop products according to the needs of the target market, to determine the price of that products, and also to deliver or distribute these products to the consumers. ഇതെല്ലാം ഒബ്ജക്റ്റീവ്സ്, ഒരു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. സോ ആഫ്റ്റർ ഒബ്ജക്റ്റീവ്സ് നമ്മൾ അറിയണം ഇത് എങ്ങനെയാണ് മാർക്കറ്റിങ്ങിൻ്റെ എവല്യൂഷൻ. വാട്ട് ഇസ് ദ എവല്യൂഷൻ? That in total we can say there are 4 stages of evolution in marketing. ഒറ്റ പെട്ടെന്ന് വന്നൊരു ടേം അല്ല മാർക്കറ്റിംഗ്. ഫസ്റ്റ് സ്റ്റേജ് ആസ് ദ ബാർട്ടർ സ്റ്റേജ്. ബാർട്ടർ സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഒന്ന് കൊടുത്ത് വേറൊന്ന് വാങ്ങുന്നതിനെയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ പീരീഡിൽ പീപ്പിൾ എന്താ ചെയ്തത്? കുറച്ച് ഗുഡ്സ് അങ്ങോട്ട് കൊടുത്ത് വേറെ ഗുഡ്സ് ഇങ്ങോട്ട് വാങ്ങും. ദാറ്റ് ഈസ് പീപ്പിൾ എക്സ്ചേഞ്ച് ഗുഡ്സ് ഫോർ ഗുഡ്സ് വിത്തൗട്ട് യൂസിങ് എനി മീഡിയ ഓഫ് എക്സ്ചേഞ്ച് സച്ച് ആസ് മണി. ഒരു പൈസ ഉള്ള ടേംസിലല്ല, വേറെ എന്തെങ്കിലും കൊടുത്ത് നമ്മൾ ഇങ്ങോട്ട് സാധനം വാങ്ങുന്നു. ഇത് കൂടുതലും കണ്ടത് ഗ്രേറ്റ് ഡിപ്രഷൻ ടൈമിൽ 1930s ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായി. ആ സമയത്ത് ദർ ഇസ് സ്കാർസിറ്റി ഓഫ് മണി. ഇൻ സ്കാർസിറ്റി ഓഫ് മണി വി കാൺ എക്സ്ചേഞ്ച് സംതിങ് ഫോർ മണി. ആരും നമുക്ക് പൈസ തരില്ല. സോ വി വിൽ എക്സ്ചേഞ്ച് സം ഗുഡ്സ് ഇൻ ടേംസ് ഓഫ് ഓർ ഇൻ എക്സ്ചേഞ്ച് ടു സം ഓഫ് ദ ഗുഡ്സ് ദേ ഓൺ. ഇതിനെയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ദിസ് വാസ് എ ഫസ്റ്റ് എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ്. സെക്കൻഡ് വൺ ഇസ് പ്രൊഡക്ഷൻ സ്റ്റേജ്. പ്രൊഡക്ഷൻ സ്റ്റേജിന് മിഡ് 1950s ആയപ്പോഴാണ് പ്രൊഡക്ഷൻ സ്റ്റേജ് വന്നത്. ക്യാപിറ്റലിസം ഒന്ന് പേര് വന്ന് തുടങ്ങിയ ടൈമിൽ. ഇൻ ദിസ് സ്റ്റേജ് ദ വാസ് ലിമിറ്റഡ് ലൈൻസ് ഓഫ് പ്രൊഡക്ട്സ് കുറവായിരുന്നു. ആൻഡ് പ്രൈസിങ് വാസ് ബേസ്ഡ് ഓൺ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ്, എത്ര റിസർച്ച് ഉണ്ട്, അല്ലെങ്കിൽ പ്രൊമോഷന് കുറവാണ്, ഈ ഇതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് സ്റ്റേജ്, ദാറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ സ്റ്റേജ്. തേർഡ് സ്റ്റേജ് ഇസ് ദ സെയിൽസ് സ്റ്റേജ്. അത് മിഡ് 50s ടു ബിഗിനിങ് ഓഫ് 70s എന്ന് പറയാം. ദാറ്റ് ഈസ് ഡ്യൂറിങ് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ. ഓക്കെ, അപ്പോൾ എന്ത് ചോദിച്ചു, കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ ഡിമാൻഡ് നല്ലപോലെ കൂടി. അപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻറ്റും സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കൂടി, അതേപോലെ പാക്കേജിങ്ങും ലേബലിങ്ങിലും ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി. അപ്പോൾ നമ്മളെപ്പോഴും പ്രൊഡക്ഷൻ സ്റ്റേജിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്ത് എങ്ങനെയാണ്? പ്രൊഡക്ഷൻ കോസ്റ്റും ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് വെച്ചായിരുന്നു. പക്ഷേ സെയിൽസ് സ്റ്റേജിലായപ്പോൾ നമ്മൾ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് വെച്ചായി. കോമ്പറ്റീറ്റേഴ്സ് എത്ര വിലയ്ക്കാണ് വിൽക്കുന്നത്? വി വിൽ ബി ഫിക്സിങ് അവർ പ്രൈസസ് ബേസ്ഡ് ഓൺ ദോസ് കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ്. ഓക്കെ, that is the third stage, that is the sales stage. And the fourth one is marketing stage. Marketing stage-ൽ നടക്കുന്നത് പ്രീവിയസ് സെയിൽസ് ഓറിയൻറ്റേഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ ഓഫ് മാർക്കറ്റ്സ്, അതിനെ റീപ്ലേസ് ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് ഓറിയൻറ്റേഷൻ. ഇതൊരു മോഡേൺ സ്റ്റേജാണ്. അത് ഒരു 1970s ശേഷം വന്നൊരു സ്റ്റേജാണ് മാർക്കറ്റിംഗ് സ്റ്റേജ്. അതിൽ നമ്മൾ കൺസ്യൂമറിന് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നു. ദിസ് ഇസ് ദ fourth stage, that is first one barter system, then production stage, sales stage, and last marketing stage. അപ്പം ഇങ്ങനെ എവല്യൂഷൻ വന്നു. These are so we have discussed what is marketing management, then what are the features, what are the objectives, and the evolution stage. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ മാർക്കറ്റിംഗ് കൊണ്ട് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ്, ബെനിഫിറ്റ് ആണ് നമ്മുടെ സൊസൈറ്റിക്കും നമ്മുടെ ഫേമിനും ഉള്ളത്. So for society, it has a connecting link between the producer and
producers of goods and create a competitive market environment. ഒരു പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഗുഡ്സും അതേപോലെ നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു കണക്റ്റിംഗ് ബ്രിഡ്ജ് പോലെ നിന്നു. ആൻഡ് ഇറ്റ് ക്രിയേറ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എൻവയോൺമെൻറ്റ്. ഓക്കെ. സെക്കൻഡ് വൺ, മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് ടു സൊസൈറ്റി ത്രൂ ദി മാർക്കറ്റിംഗ്. ദെൻ ദ പ്രൊഡക്റ്റ് we are making that products available all across the world, and also we are educating people all over the world about those products through marketing. So marketing society കൊടുക്കുന്ന എന്തൊക്കെ ഗുണങ്ങളാണ്? കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ദ കൺസ്യൂമേഴ്സ് ആൻഡ് ഓൾസോ ക്രിയേറ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. They are providing more employment opportunity. The products are available all over the world, and also we are educating the people about the products all over the world. These are the ഇമ്പോർട്ടൻസ് ടു ദ സൊസൈറ്റി. എന്നാൽ ഒരു ഫേമിന് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ മാർക്കറ്റിങ്ങിലൂടെ നടക്കുന്നത്? ഫസ്റ്റ് വൺ, ഡിറ്റർമിൻ ദ ഡിമാൻഡ്സ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് അറിയാൻ പറ്റും ത്രൂ ദി മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. ദെൻ ടു ഗെറ്റ് അഡ്വക്കേറ്റ് ഇൻഫർമേഷൻ ടു ദി കസ്റ്റമേഴ്സിന് ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഐഡിയ കൊടുക്കാൻ വേണ്ടി വി ക്യാൻ യൂസ് മാർക്കറ്റിംഗ്. ദെൻ ടു ഐഡൻറ്റിഫൈ ദ ന്യൂ പ്രൊഡക്റ്റ് ഏരിയാസ്. ഒരു ന്യൂ പ്രൊഡക്റ്റ്, എന്തിനാണ് ന്യൂ പ്രൊഡക്റ്റ് വേണ്ടത്, ഏത് ഏരിയയിലാണോ, ടാർഗറ്റ് മാർക്കറ്റ് എവിടെയാണ്, ഇതൊക്കെ അറിയാൻ പറ്റും ത്രൂ മാർക്കറ്റിംഗ്. ആൻഡ് ദ ഫോർത്ത് വൺ, ഡെവലപ്പ് സ്യൂട്ടബിൾ പ്രൊഡക്ട്സ് ആൻഡ് സർവീസ്. പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് സ്യൂട്ടബിൾ എന്ന് മനസ്സിലാക്കിയ കൺസ്യൂമറിന് എങ്ങനത്തെ രീതിയിലാണ് പ്രൊഡക്ട്സ് വേണ്ടത് അതേപോലെ ഡിസൈൻ ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ മാർക്കറ്റിങ്ങിലൂടെ പറ്റും. ദാറ്റ് ഈസ് there are two major importance, that is for the society and for the firm. For the society, they provide more employment opportunity. This products will be available all across the world, and they educate people about the products all over the world, and it acts as a connecting link between the producers and the consumers. Okay. And to the firm, it determines the demands of the product. They act as the identify new product areas. It develops suitable products and service. They are providing information to the adequate information to the customers. These are the major importance or benefits of marketing. Now we can move into the next one, that is the role of marketing. That is, marketing have different roles. On economic development, they are having some roles. Similarly in business also. നമ്മുടെ ഫേമിനും മാർക്കറ്റിംഗ് കാരണം കുറേ ഗുണങ്ങളുണ്ട്. അതേപോലെ എക്കണോമി ആസ് എ ഹോൾ ഡെവലപ്മെൻറ്റ്, എക്കണോമിക് ഡെവലപ്മെൻറ്റിനും നമ്മളുടെ മാർക്കറ്റിങ്ങിന് റോളുണ്ട്. വാട്ട് ആർ ദ മേജർ റോൾസ് ഓഫ് മാർക്കറ്റിംഗ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് വിൽ ബി ഡിസ്കസ് നൗ. ഓക്കെ. The first one is it increases the entrepreneurial activities. അപ്പം ഒരു ഓൺട്രപ്രീനിയൽ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഓക്കെ. മാർക്കറ്റിംഗ് ദസ് ഇൻക്രീസസ് ദ ഓൺട്രപ്രീനിയൽ ആക്ടിവിറ്റീസ് ഇൻ എ നേഷൻ വിച്ച് റിസൾട്ട് ഇൻ ദ പ്രൊഡക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഇതെല്ലാം ലിമിറ്റഡ് ആണ്. ബട്ട് ഇതെങ്ങനെ ബെറ്റർ യൂട്ടിലൈസ് ചെയ്തിട്ട് ഓൺട്രപ്രീനിയൽ ആക്ടിവിറ്റീസിലേക്ക് മാറാം എന്നത് നമുക്ക് മാർക്കറ്റിംഗിന് മനസ്സിലാവും. ഓക്കെ. ദ സെക്കൻഡ് വൺ ഇസ് ഇറ്റ് പ്രൊമോട്ട്സ് ഡെവലപ്മെൻറ്റ് ഓഫ് ബേസിക് ഇൻഡസ്ട്രീസ്. ബേസിക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചർ, അതേപോലെ മൈനിങ്, പ്ലാന്റേഷൻ അങ്ങനെയുള്ളതിനാണ് ബേസിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ ആസ് എ ഹോൾ ഇസ് എൻ അഗ്രോണിയം. സോ ത്രൂ മാർക്കറ്റിംഗ് വി ക്യാൻ promote the development of basic industries like agriculture, mining and plantation, and also this we can contribute to the national income. This is the second role. The third one is it helps in growth of industrial sector of an economy. നമ്മൾ നോർമലി അഗ്രോണിമിയൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എക്കോണമിയാണ് നമ്മുടെ. പക്ഷേ അവിടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഇൻകം കൂട്ടാൻ പറ്റൂ, നാഷണൽ ഇൻകം കൂട്ടാൻ പറ്റൂ. സോ ഫോർ ഓൾ ദിസ് മാർക്കറ്റിംഗ് ഈസ് എസെൻഷ്യൽ. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ഇറ്റ് ഇൻക്രീസസ് ദ ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിംഗ് ഓഫ് എ നേഷൻ. മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് വേറെ ഫോറിൻ കൺട്രീസിൽ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ട്സ് നമ്മുടെ കൺട്രീസിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിസീവ് ചെയ്യാനും അതേപോലെ നമ്മുടെ പ്രൊഡക്ട്സ് അവിടെ എത്താനും ചാൻസ് ആവുന്നത്. സോ ഓൺലി ത്രൂ മാർക്കറ്റിംഗ് വി ക്യാൻ ഇൻക്രീസ് ദ ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ് ഓഫ് എ നേഷൻ. ഒരു പുറത്തെ ഒരു കൺട്രി നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ മാത്രമാണ് അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച്, അവരുടെ മണി നമ്മളുടെ എക്കോണമിയിലേക്ക് എത്തുന്നു. സോ this is one of the ways in which we can increase the export of our products, that is through marketing. And the last one is more employment opportunity. Marketing കൂടുന്നതിനനുസരിച്ച്
മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. സോ ദിസ് ലേറ്റർ ലീഡ്സ് ടു ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. സോ നമുക്ക് ടോട്ടലി എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ എന്തൊക്കെ റോൾസാണുള്ളതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ, ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ ഓൺടർപ്രീനിയൽ ആക്ടിവിറ്റീസ്. സെക്കൻഡ്, ഇറ്റ് പ്രൊമോട്ട്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബേസിക് ഇൻഡസ്ട്രീസ് ലൈക്ക് അഗ്രികൾച്ചർ, മൈനിങ്. And the third, it increase the growth of industrial sector, and it also increase the foreign exchange earnings by increasing the export of our products, and this we can increase the employment opportunities. ഇതെല്ലാം എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ എങ്ങനെ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. നൗ വി ആർ മൂവിങ് ഓൺ ടു ദ റോൾ ഓഫ് മാർക്കറ്റിംഗ് ഇൻ ദി ബിസിനസ് ഡെവലപ്മെൻറ്റ്. ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു ഫേം പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്ക് നോർമലി അറിയാം, മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സെയിൽസ് കൂടിയാൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂടും. ദാറ്റ് ഈസ് സെയിൽസിൻ്റെ വോളിയം കൂടുമ്പോൾ പ്രോഫിറ്റബിലിറ്റി കൂടും. ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് വി ക്യാൻ ഇൻക്രീസ് ദ ബിസിനസ് ആക്ടിവിറ്റി. മാർക്കറ്റിംഗ് ചെയ്യുന്നതോടെ നമ്മുടെ പ്രൊഡക്ട്സ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും. അപ്പോൾ കൂടുതൽ ആൾക്കാർ അത് പർച്ചേസ് ചെയ്യും. ദിസ് വി ക്യാൻ ഇൻക്രീസ് ദ ബിസിനസ് ഓഫ് ദ ഫേം. ദാറ്റ് ഈസ്, ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മളൊരു ഐഡിയൽ മാർക്കറ്റ് കണ്ടുപിടിക്കണം. വെച്ചാൽ ഏത് മാർക്കറ്റിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് സെല്ലാവുന്നത് എന്ന് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ്, വി വോണ്ട് ഐഡൻറ്റിഫൈ ദി ഐഡിയൽ ഓർ പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഇൻ വിച്ച് വി ക്യാൻ സെൽ അവർ പ്രൊഡക്ട്സ്. സെക്കൻഡ്, വി വോണ്ട് ഐഡൻറ്റിഫൈ വാട്ട് ആർ ദ നീഡ്സ് ആൻഡ് വോൺസ് ഓഫ് ദോസ് കൺസ്യൂമേഴ്സ്. ആ മാർക്കറ്റ് കണ്ടുപിടിച്ചാൽ അതിലുള്ള കൺസ്യൂമേഴ്സ്, പല കാറ്റഗറി കൺസ്യൂമേഴ്സ് ഉണ്ടാവും. ആ കൺസ്യൂമേഴ്സിന് എന്തൊക്കെയാണ് ആവശ്യങ്ങളെന്ന് മനസ്സിലാക്കി നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സിമിലർലി, ഇറ്റ് പ്രൊമോട്ട് പ്രൊഡക്ട്സ് ആൻഡ് ഡെലിവർ ദം. ഇങ്ങനെ നമുക്ക് കസ്റ്റമറിൻ്റെ നീഡ്സ് ആൻഡ് വോൺസ് മനസ്സിലാവുകയാണെങ്കിൽ അവർക്ക് ഏത് പ്രൊഡക്ട്സാണ് വേണ്ടത്, അവർക്ക് ഏത് രീതിയിലാണ് ആ പ്രൊഡക്റ്റിന് സ്പെസിഫിക്കേഷൻ വേണ്ടതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഡെലിവർ ചെയ്യാൻ പറ്റും. ഇൻ ദീസ് വേസ് വി ക്യാൻ ഇൻക്രീസ് ദ ബിസിനസ് ഓഫ് അവർ ഫേം. First, we want to identify the ideal market or the potential market. We want to identify the needs and wants of those customers in those ideal market, and later we want to promote that products. നമ്മൾ ആ പ്രൊഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യണം. പല റൈവൽ പ്രൊഡക്ട്സും ഉണ്ടാവും. So in that case, we want to promote our products through a sales promotion or some advertisements, and finally we want to deliver them to the consumers. This is a way in which we can increase the business. So we have discussed what are the role of marketing in economic development and also what are the role of marketing in the business development. Business എന്ന കൺസെപ്റ്റിലും അതേപോലെ for the economy what marketing is meant for. So ഇനി നമ്മൾ നോക്കുന്നത് what are the marketing utilities. പല ടൈപ്പിലുള്ള യൂട്ടിലിറ്റീസ് ആണ് മാർക്കറ്റിങ്ങിലുള്ളത്. which are form utility, place utility, time utility and position utility. എപ്പോഴും മാർക്കറ്റിംഗ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സാറ്റിസ്ഫാക്ഷൻ ഓഫ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് വോൺസ്. കൺസ്യൂമറിൻ്റെ നീഡ്സും വോൺസും സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നതിനെയൊക്കെ നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയും. അപ്പോൾ കൺസ്യൂമറിൻ്റെ നീഡ്സും വോൺസും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അതിന് പല ടൈപ്പ് ഓഫ് യൂട്ടിലിറ്റി ഉണ്ട്. ഒരാൾക്ക് ഫോം യൂട്ടിലിറ്റി ഉണ്ടാവാം, ചിലവർക്ക് അത് പ്ലേസ് യൂട്ടിലിറ്റി ആവാം, ചിലവർക്ക് ടൈം ആവാം, ചിലർക്ക് പൊസിഷൻ ആവാം. സോ ബേസ്ഡ് ഓൺ ദാറ്റ് വി ആർ കാറ്റഗറൈസിങ് ദ യൂട്ടിലിറ്റീസ് ഇൻ ടു ദീസ് 4 types. The first one is form utility. Form utility offers products to the consumers in a usable form. ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെയാണോ കസ്റ്റമറിന് വേണ്ടത് അതിൻ്റെ ഫോമിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് എത്തിക്കുന്നതിനെയാണ് ഫോം യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ടോയ്ലറ്റ് സോപ്പ് എപ്പോഴും ബാർ ഷേപ്പാണ് കൺസ്യൂമേഴ്സ്, പണ്ടത്തെ കേസ്, ഇപ്പോൾ അങ്ങനെയല്ല, ബട്ട് ബാർ ഷേപ്പിലാണ് കുറേ കൺസ്യൂമേഴ്സിന് ഇഷ്ടം. ബാർ സ്പേസിലാവുമ്പോൾ, ഫോമിലാവുമ്പോൾ ഇറ്റ് ഈസ് വെരി ഈസി ടു ഹാൻഡിൽ, അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആണ് കുറേ യൂസേഴ്സിന്. സോ ദാറ്റ് ഈസ് ദ ഫോം യൂട്ടിലിറ്റി. നമ്മൾ ഷേപ്പ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൊഡക്റ്റിനെ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോം യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ is സ്പേസ് യൂട്ടിലിറ്റി. ഈസി അവൈലബിലിറ്റി. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സ്പേസിൽ കൊടുക്കുന്നു, അതിനെയാണ് സ്പേസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, ഓർ പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഒരു സൂപ്പർ മാർക്കറ്റിലാണ് നമ്മുടെ പ്രൊഡക്ട്സ്, കസ്റ്റമേഴ്സ് കൂടുതലും ഇപ്പോൾ പ്രിഫർ ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ്സ് ആണ്. അങ്ങനെയുള്ളിടത്ത് നമ്മൾ പ്രൊഡക്ട്സ് കൊടുത്തു കഴിയുമ്പോൾ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ ദം ടു പർച്ചേസ് ആൻഡ് ദിസ് ഇറ്റ് ഈസ് ഈസിലി അവൈലബിൾ. അങ്ങനെ നമ്മളൊരു പ്രൊഡക്റ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നു, അതിൻ്റെ യൂട്ടിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഫോം യൂട്ടിലിറ്റി അതിൻ്റെ ഫോം, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആസ് പെർ ദ നീഡ്സ് ഓഫ് ദ കസ്റ്റമർ. പ്ലേസ് യൂട്ടിലിറ്റി ദ പ്ലേസ് വേർ വി ക്യാൻ സെൽ ദസ് പ്രൊഡക്റ്റ് വിച്ച് ഇസ് ഫേവറബിൾ ടു ദോസ് കൺസ്യൂമേഴ്സ്, അതാണ് പ്ലേസ് യൂട്ടിലിറ്റി. തേർഡ് വൺ ഈസ് ടൈം യൂട്ടിലിറ്റി. ടൈം യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ATM സർവീസ്,
ATM സർവീസ് എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് അറിയത്തില്ല. ഏത് ടൈമിലും ആവശ്യം വരുന്ന ഒരു കാര്യമായിരിക്കും ATM യൂട്ടിലിറ്റി. അപ്പോൾ 24 hours ATM യൂട്ടിലിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കൺസ്യൂമേഴ്സ്. ആ ഒരു ബാങ്കിൻ്റെ കൺസ്യൂമേഴ്സിന് ഏറ്റവും ഹാപ്പി ആയിരിക്കുന്നത് 24 hours ഉള്ള ATM ആണ്. സോ ദിസ് ഇസ് കോൾഡ് ദ ടൈം യൂട്ടിലിറ്റി. ദാറ്റ് ഈസ് ദ അവൈലബിലിറ്റി ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഇസ് എൻഷുർഡ് ആസ് ആൻഡ് വെൻ റിക്വയർഡ് ബൈ ദി കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് എപ്പോൾ വേണോ അതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് കൊടുക്കുന്നു. അതിനെയാണ് ടൈം യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ബാങ്കിങ് അവേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫീസ് അവേഴ്സൊക്കെ കസ്റ്റമറിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ടൈമിലാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ടൈം യൂട്ടിലിറ്റി. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് പൊസിഷൻ യൂട്ടിലിറ്റി. ഇറ്റ് ഈസ് എ യൂട്ടിലിറ്റി വിച്ച് gives the buyer the right to own and use a product or service at his own will. ഒരു പ്രൊഡക്റ്റിനെ ഏത് രീതി യൂസ് ചെയ്യണം, അതിന് എങ്ങനെ, അതിൻ്റെ റൈറ്റ് അവർക്ക് തന്നെയായിരിക്കണം. അതേപോലെ ഏത് രീതിയിലാണ് ആ പ്രൊഡക്റ്റ് ഓർ സർവീസ് യൂസ് ചെയ്യേണ്ടത് അതെല്ലാം അവരുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ പൊസിഷൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആസ് എ റിസൾട്ട് ഓഫ് മാർക്കറ്റിംഗ് ദ ഓണർഷിപ്പ് ആൻഡ് പൊസിഷൻ ഓഫ് ദ കമ്മോഡിറ്റി ഈസ് ട്രാൻസ്ഫർ ഫ്രം ദ ബയർ ടു ദ ഫ്രം ദ സെല്ലർ ടു ദ ബയർ. എപ്പോഴും പൊസിഷൻ യൂട്ടിലിറ്റിയിൽ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ റൈറ്റായി വരണം. ദാറ്റ് ഈസ് പൊസിഷൻ യൂട്ടിലിറ്റി. എപ്പോഴും മാർക്കറ്റിൽ നമ്മളുടെ മാർക്കറ്റിംഗ് യൂട്ടിലിറ്റി നമ്മൾ പഠിച്ച ദ 4 types ഓഫ് യൂട്ടിലിറ്റി, ദാറ്റ് ഈസ് ഫോം യൂട്ടിലിറ്റി, പ്ലേസ് യൂട്ടിലിറ്റി, ടൈം യൂട്ടിലിറ്റി ആൻഡ് പൊസിഷൻ യൂട്ടിലിറ്റി. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് എന്താണ്. നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ യൂസ് പഠിച്ചു. ദാറ്റ് ഈസ് ഇറ്റ്സ് റോൾ ഇൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൾസോ ദ ഇമ്പോർട്ടൻസ് ആൻഡ് ദ ബെനിഫിറ്റ് ടു ദ സൊസൈറ്റി ആൻഡ് ദ ഫേം. ഈ ഇമ്പോർട്ടൻസ് ടു ബെനിഫിറ്റ്സ് ഓഫ് സൊസൈറ്റി ആൻഡ് ഫേം തന്നെയാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. റോൾ ഇൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇനി നമ്മൾ ഇതിൻ്റെ സ്കോപ്പ് എന്താണെന്നാണ് പഠിക്കേണ്ടത്. സോ ഫസ്റ്റ് വൺ ഇസ് വി വോണ്ട് ഐഡൻറ്റിഫൈ ആൻഡ് സെലക്ട് ദ ടാർഗറ്റ് മാർക്കറ്റ്. ആദ്യം എപ്പോഴും മാർക്കറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ടാർഗറ്റ് മാർക്കറ്റിനെ കണ്ടുപിടിക്കണം. വാട്ട് ഇസ് ടാർഗറ്റ് മാർക്കറ്റ്? എവിടെയാണോ കസ്റ്റമേഴ്സ് ഉള്ളത്, ഏത് കസ്റ്റമേഴ്സിനാണോ നമ്മുടെ പ്രൊഡക്റ്റ് വേണ്ടത് ആ ഗ്രൂപ്പിനെ നമ്മൾ കണ്ടുപിടിക്കുക. അതിനെയാണ് ടാർഗറ്റ് മാർക്കറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലൊക്കേറ്റിംഗ് ആൻഡ് സെലക്ടിംഗ് ദ മോസ്റ്റ് ഫേവറബിൾ കൺസ്യൂമർ ഗ്രൂപ്പ് ഫോർ മാർക്കറ്റിംഗ് ഫ്രം എ ലാർജ് പോപ്പുലേഷൻ ഓഫ് കസ്റ്റമേഴ്സ്. ഒരു വലിയ പോപ്പുലേഷൻ ഓഫ് കസ്റ്റമേഴ്സിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ ആരായിരിക്കും വാങ്ങുന്നത്, ആർക്കാണ് അതിൻ്റെ ആവശ്യമുള്ളതെന്ന് കണ്ടുപിടിക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ അവരുടെ നീഡ്സ് എന്താണ്, അവരുടെ വോൺസ് എന്താണെന്ന് അറിയുന്നു. അവർക്ക് പല പല നീഡ്സും വോൺസും ആയിരിക്കും. സോ വി വോണ്ട് ഐഡൻറ്റിഫൈ what are the needs and wants of those consumers, and later we want to formulate and implement these marketing strategies to the selected customer group. ഏത് കസ്റ്റമർ ഗ്രൂപ്പിനാണ് ഇഷ്ടമുള്ളത്, അവരുടെ എന്താണ് വോൺസ് നീഡ്സ് എന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ഐഡൻറ്റിഫൈ ആൻഡ് സെലക്ട് ദ ടാർഗറ്റ് മാർക്കറ്റ്. ഇനി ടാർഗറ്റ് മാർക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തു. സെക്കൻഡ് വൺ ഈസ് ഐഡൻറ്റിഫൈ ആൻഡ് സെലക്ട് ദ കസ്റ്റമർ വാല്യൂ. ഓക്കെ, ദാറ്റ് ഈസ് ആഫ്റ്റർ ലൊക്കേറ്റിംഗ് ദ ടാർഗറ്റ് മാർക്കറ്റ്, നമ്മൾ ടാർഗറ്റ് മാർക്കറ്റ് കണ്ടുപിടിച്ചു, എന്നിട്ട് അവരുടെ വോൺസും നീഡ്സും കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അവർക്ക് അതിനെ പറ്റിയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കും. നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതേപോലെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് എത്തിക്കുക. അവരെന്ത് വാല്യൂ, നമ്മുടെ കസ്റ്റമറിന് എന്ത് വാല്യൂ ആണ് നമ്മുടെ പ്രൊഡക്ട്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് സെക്കൻഡ് വൺ. ദാറ്റ് ഈസ് ഐഡൻറ്റിഫൈ ആൻഡ് സെലക്ട് ദ കസ്റ്റമർ വാല്യൂ. തേർഡ് വൺ ഈസ് ക്രിയേഷൻ ഓഫ് വാല്യൂ. നമുക്ക് ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ പ്രൊഡക്റ്റ് നല്ലതാണ് എന്ന രീതിയിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ അറിയിക്കണം. അതെങ്ങനെയായിരിക്കും? ഫസ്റ്റ് പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്യണം. നല്ല രീതിയിലൊരു പ്രൊഡക്റ്റ് പ്ലാൻ ഉണ്ടാക്കണം. എന്നിട്ട് അത് പ്രൊഡക്റ്റിനെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യണം, പാക്ക് ചെയ്യണം, ആൻഡ് ബ്രാൻഡഡ് ആൻഡ് ലേറ്റർ പ്രൈസ് ഇറ്റ്. ഇങ്ങനെയാണ് നമ്മളൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റിന് വാല്യൂ ഇല്ല, പ്രൈസാണ് ദ വാല്യൂ. മെയിൻലി പ്രൈസ് ഇസ് ദ വാല്യൂ ആൻഡ് ഓൾസോ ദ ഗുഡ് വിൽ. സോ ഫോർ ദാറ്റ് വി വോണ്ട് ടു first product planning should be done, then it should be designed, then packed and branding, and later we want to price those products. These are the steps in value creation. And the fourth one is communicating the value. ഇപ്പോൾ പ്രൈസ് ഉണ്ടാക്കി ഡിസൈൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ആവണമെന്നില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമ്മൾ ആ വാല്യൂവിനെ ആൾക്കാരിലേക്ക് എത്തിക്കണം. നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ളൊരു വേ ആണ് പ്രൊമോഷൻ സ്ട്രാറ്റജി. ദാറ്റ് ഈസ് ത്രൂ അഡ്വർടൈസിങ്ങിൽ നമുക്ക് ചെയ്യാം. അഡ്വർടൈസ് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ അറിയിക്കാം. ത്രൂ നമുക്ക് TV മീഡിയ ഉപയോഗിക്കാം, അതേപോലെ ന്യൂസ് പേപ്പർ ഉപയോഗിക്കാം, ഓർ പോസ്റ്റേഴ്സ് വി ക്യാൻ യൂസ്. ആൻഡ് അതർ ദാൻ അഡ്വർടൈസിങ് വി ക്യാൻ യൂസ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഡോർ ടു ഡോർ ഡെലിവറി ചെയ്യുകയാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ. ഇപ്പം നമുക്കൊരു സോപ്പുണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എൻ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ്. സോ വി വിൽ അപ്പോയിൻറ്റ് സം പേഴ്സൺ who can communicate
the thing in person with the customers, that is personal selling. Next, direct marketing. Direct ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. ഓർ മെനി അതുപോലത്തെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഉണ്ട്. വി ക്യാൻ യൂസ് എനി ഓഫ് ദീസ് സ്ട്രാറ്റജീസ് ടു കമ്മ്യൂണിക്കേറ്റ് ദീസ് വാല്യൂസ് ടു ദ consumers. Only through communicating values we can create a value. Just creation of value is not enough. We want to communicate it to enhance the marketing. Okay? And the next one is deliver the value. എങ്ങനെയാണ് വാല്യൂ ഡെലിവർ ചെയ്യുന്നത്? ത്രൂ ദ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, വെയർഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ആക്ടിവിറ്റീസ്. എന്നാൽ മാത്രമേ എവിടെയാണ് ആവശ്യമുള്ളത് അവിടെ വരെ നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറിൽ നിന്ന് എത്തത്തുള്ളൂ. പ്രൊഡ്യൂസർ ടു കൺസ്യൂമേഴ്സ് എങ്ങനെ ഈ പ്രൊഡക്റ്റ് പോകണം, ദാറ്റ് ഈസ് ദ ഡെലിവർ the value. That is included in the delivery of the value. And next one is customer relationship. ജസ്റ്റ് ഇപ്പം നമ്മൾ പ്രൊഡക്റ്റ് കസ്റ്റമറിൽ എത്തിച്ചു എന്നതുകൊണ്ട് മാത്രം നമ്മുടെ മാർക്കറ്റിംഗ് തീരുന്നില്ല. മാർക്കറ്റിംഗിൽ എപ്പോഴും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ചെയ്യണം. ഓൾവേസ് ബിഫോർ ദ സെയിൽസ് ആൻഡ് ആഫ്റ്റർ ദ സെയിൽസ്. ആഫ്റ്റർ സെയിൽസ് സർവീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കേസ് ഓഫ് മാർക്കറ്റിംഗ്. ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുത്തു, ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് ആണെന്ന് വെച്ചാൽ ഒരു ഫ്രിഡ്ജ് നമ്മൾ സെല് ചെയ്തു ത്രൂ ലോയിഡിൻ്റെയാണ്. അപ്പോൾ വി ആർ ഹാവിങ് എ ലോയിഡ് ഫേം, വി ആർ റണ്ണിങ് എ ലോയിഡ് ആൻഡ് ഫ്രം ദർ വി ആർ സെല്ലിങ് an AC or a fridge to a customer, and after selling it we are not considering that person, അല്ലെങ്കിൽ ആ കസ്റ്റമറിനെ നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല, അയാൾ വിറ്റു കഴിഞ്ഞു പിന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദി ബ്രാൻഡ് ലോയൽറ്റി വിൽ റെഡ്യൂസ്. അയാൾക്ക് ചിലപ്പം ലോയിഡിനോട് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം അയാൾ പർച്ചേസ് ചെയ്തത്. ബട്ട് ഇഫ് ദ ആഫ്റ്റർ സെയിൽസ് സർവീസ് ഇസ് നോട്ട് ഗുഡ് ഓർ ഇഫ് ദേ ആർ നോട്ട് റെസ്പോണ്ടിങ്, ഇപ്പം ആ എ സിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു, അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി വിളിക്കുന്ന അതിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കും ഇങ്ങനൊരു കംപ്ലയിൻറ്റ് ഉണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്. ഇഫ് ദേ ആർ നോട്ട് റെസ്പോണ്ടിങ് ആസ് പെർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ കസ്റ്റമർ, ദ ബ്രാൻഡ് ലോയൽറ്റി വിൽ ഡിക്രീസ്. ബ്രാൻഡിനോടുള്ള ആ ഒരു ഇഷ്ടം മാറും. So he will switch off to another product in case of another purchase. വേറൊരു പർച്ചേസ് ചെയ്യണം, വേറൊരു പ്രൊഡക്റ്റിൻ്റെ പർച്ചേസ് ചെയ്യണമെങ്കിൽ he won't prefer Lloyd or he won't prefer it to any other person who is planning to buy some other products. അവർ പറയും ആഫ്റ്റർ സെയിൽ സർവീസ് കുറവാണ് ലോയിഡിന്, സോ we can buy some other products. So thus the consumer or customer relationship is very important. We want to have a long-lasting relationship with the customer, identifying what are their expectations, and we should make them proud of buying our product. നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയത് കൊണ്ടാണ് ആഫ്റ്റർ സെയിൽസ് കിട്ടിയതെന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ ഓർ എ ഗുഡ് കൺസെപ്ഷൻ നമ്മൾ അവർക്ക് കൊടുക്കണം. ദിസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ കസ്റ്റമർ റിലേഷൻഷിപ്പ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് റിസർച്ച് എപ്പോഴും മാർക്കറ്റിൽ നടക്കണം. എന്ത് ടാർഗറ്റ് അറിയുക, നീഡ്സ് അറിയുക, ഡെവലപ്പ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഡെലിവർ ചെയ്യുക, ആൻഡ് ഓൾസോ കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ദീസ് ആർ ദ വേസ് ഇൻ വിച്ച് ദീസ് ആർ ദ ഏരിയാസ് ഓഫ് സ്കോപ്പ് of marketing. That is, identify and select the target market, identifying the customer value, creating the value, communicating the value, delivering the value, customer relationship building, and also marketing research. These are the ways or the scope of marketing. Now we can discuss what are the marketing process. ഇപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഒരു സ്കോപ്പ് പറഞ്ഞു. ഇനി അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് മാർക്കറ്റ് അനാലിസിസ് ആണ്, വിച്ച് ഗീവ്സ് എ ക്ലിയർ പിക്ചർ ഓഫ് ദി അൺഫുൾഫിൽഡ് കസ്റ്റമർ നീഡ്സ് ആൻഡ് വോൺസ് ഓഫ് എ മാർക്കറ്റിംഗ് ഫേം. ഒരു ക്ലിയർ പിക്ചർ കൊടുക്കണം. ആ മാർക്കറ്റിലെ കസ്റ്റമേഴ്സിന് വേണ്ടതെന്ത്, അവരുടെ ആവശ്യങ്ങൾ എന്തെന്നുള്ള ഒരു ഡീറ്റെയിൽ അനാലിസിസ് ആണ് മാർക്കറ്റ് അനാലിസിസിൽ വരുന്നത്. So in that we can take into consideration the market conditions, the government policy, competitors-നെ മനസ്സിലാക്കാം. ഇപ്പോൾ അതേപോലുള്ള പ്രൊഡക്ട്സ് or existing or related products എന്ത്, മാർക്കറ്റിലെ റെഗുലേഷൻസ് ബൈ ഗവൺമെൻറ് എന്ത്, ഇതെല്ലാം നമ്മൾ നോക്കിയാലാണ് നമുക്ക് മാർക്കറ്റ് അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. Only knowing this market analysis we can understand what are the problems or the prospects of the market. മാർക്കറ്റിന് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്, എന്തൊക്കെയാണ് അവിടെ സാധ്യതകളുണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ we should do a good market analysis. മാർക്കറ്റ് അനാലിസിസ് അതുകൊണ്ട് പല രീതിയിലുള്ളതാണ്. മാർക്കറ്റിനുള്ളിൽ, ദാറ്റ് ഈസ് ഫേമിനുള്ളിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് എന്താണ്, അതേപോലെ കോമ്പറ്റീറ്റേഴ്സ് ആണാണ്, റിലേറ്റഡ് പ്രൊഡക്ട്സ് എന്താണ്, ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി എടുക്കുന്നതിനാണ് മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ഫോർമുലേഷൻ ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇപ്പം നമുക്കൊരു അനാലിസിസായി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് അവിടുത്തെ സാധ്യതകൾ എന്ന് മനസ്സിലായി. ഇനി നമ്മൾ അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ്, സാധ്യതകൾ മനസ്സിലായില്ലേ, അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റിൽ
ഇൻട്രൊഡ്യൂസ് ചെയ്യണം. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ പ്രൊഡക്റ്റിനെ നമുക്ക് അവിടെ പൊസിഷനിങ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ആ പ്രൊഡക്റ്റിനെ നമുക്ക് ആ ടാർഗറ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മാർക്കറ്റ് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. സോ ദ സെക്കൻഡ് സ്റ്റെപ്പ് is formulation of marketing strategy in the target market where there is opportunity of marketing. ആ പ്രൊഡക്റ്റിന് മാർക്കറ്റ് ഉണ്ട് എന്ന് മനസ്സിലാവുന്ന സ്ഥലത്ത് ടാർഗറ്റ് മാർക്കറ്റ് സെറ്റ് ചെയ്ത് we want to induce marketing strategy. This is the second step. Third step is decision regarding 4 P's. 4 P's എന്തൊക്കെയാണ്? Product, price, place, promotion. These are the 4 P's of marketing. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. What are they? Product, price, place and promotion. ഈ 4 P's അവരെ പറ്റി എന്ത് ഡിസിഷൻസ് ആണ് എടുക്കേണ്ടത്? എങ്ങനത്തെ ആയിരിക്കണം പ്രൊഡക്റ്റ്, എന്തായിരിക്കണം പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, എത്ര പ്രൈസ് ആയിരിക്കണം, ഏത് സ്ഥലത്താണ്, അതേപോലെ ഏത് ടൈപ്പ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ടാവണം. ദാറ്റ് ഇസ് ദ തേർഡ് സ്റ്റെപ്പ് ഇൻ മാർക്കറ്റിംഗ് പ്രോസസ്സ്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ. ഇപ്പം നമ്മളെല്ലാം മാർക്കറ്റ് അനാലിസിസ് ചെയ്തു, എന്ത് സ്ട്രാറ്റജി വേണമെന്ന് മനസ്സിലായി, എന്ത് 4 P'സിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്റ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ആ സമയത്ത് നമ്മളുടെ മാർക്കറ്റിംഗ് എഫേർട്സിൻ്റെ പ്രശ്നങ്ങളും ഗുണങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദാറ്റ് ഈസ് ഇഫ് ദർ ഇസ് എനി ഡിഫിഷ്യൻസി ഇൻ ദ പ്രൊഡക്റ്റ്, പ്രൈസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ, വി വോണ്ട് ടു കൺട്രോൾ ഇറ്റ്. നമ്മൾ ആ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൺട്രോളും ചെയ്യണം. കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ what are the measures to be taken, we want to identify them and do the control measures or correct it, remedies എടുക്കണം. Okay, these are the ways in which a marketing can be done. First one is we want to identify the market, that is market analysis. Second, formulate the marketing strategy. Third is decision regarding the 4 P's, that are place, product, price and promotion. And the fourth one is implementation and control. These are the 4 steps of marketing process. Okay, ഇനി നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ കൺസെപ്റ്റ്സ് എന്ത്? ഇത് നിങ്ങൾക്ക് ഫ്രം ദ വേർഡ് ഇറ്റ്സെൽഫ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ കൺസെപ്റ്റ്സ്. പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, പ്രൊഡക്റ്റ് കൺസെപ്റ്റ്, സെയിൽസ് കൺസെപ്റ്റ്, മാർക്കറ്റ് കൺസെപ്റ്റ് ആൻഡ് സൊസൈറ്റൽ കൺസെപ്റ്റ്. Okay, so I am not going into details on this subject because it is very simple. ഞാൻ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പറയാം. ദാറ്റ് ഇസ് പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ പറയുന്നത് നമ്മളെപ്പോഴും കോസ്റ്റ് കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നോക്കണം. ഇഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇസ് ലോ, and we are selling that product at a higher scale, we can earn profit. അപ്പോൾ എപ്പോഴും കോസ്റ്റ് കുറച്ച് മാസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ, നമ്മൾ കുറേ പ്രൊഡക്റ്റ് ഒറ്റയടിക്ക് ഉണ്ടാക്കുന്നതിനാണ് മാസ് പ്രൊഡക്ഷൻ എന്ന് പറയാം. ഒരു സോപ്പ് മാനുഫാക്ചറിങ് ഒക്കെ മാസ് പ്രൊഡക്ഷനാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ 1-2 സോപ്പ് ഉണ്ടാക്കുന്നതിന് പകരം മില്യൺസ് ഓഫ് സോപ്പ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. സോ ദ പ്രൊഡക്ഷൻ കോസ്റ്റ് വിൽ ബി ലെസർ. ബട്ട് ഒരു കാർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ കുറേ ഉണ്ടാക്കി വയ്ക്കത്തില്ല. It will be in limited numbers. That is, we want to reduce the cost and produce the product in mass quantity. അതാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ പറയുന്നത്. പിന്നെ പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ആണ് നമ്മളിപ്പോൾ ഞാൻ സോപ്പിൻ്റെ മാനുഫാക്ചറിങ് പറഞ്ഞതൊരു പ്രൊഡക്ഷൻ കൺസെപ്റ്റാണ്. ബട്ട് കാർ മാനുഫാക്ചറിങ് ഈസ് എ പ്രൊഡക്റ്റ് കൺസെപ്റ്റ്. ഒരു കാർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ജസ്റ്റ് കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചുകൊണ്ട് കാര്യമില്ല, ക്വാളിറ്റിയാണ് എൻഷുർ ചെയ്യേണ്ടത്. സോ വി വോണ്ട് ടു ഇൻട്രൊഡ്യൂസ് ദിസ് പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ഇൻ എ മാനുഫാക്ചർ ഓഫ് സം ലക്ഷറി ഗുഡ്സ് എന്ന് പറയാം, such as car അല്ലെങ്കിൽ എന്തെങ്കിലും ജ്വല്ലറി. ഇൻ ദോസ് കേസ് വി വോണ്ട് ടു ഡു പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ഇൻ വിച്ച് ഇറ്റ് ഷുഡ് ബി ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ആൻഡ് ഫീച്ചേഴ്സ്. ക്വാളിറ്റി ഫീച്ചേഴ്സ് വെച്ച് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആയിരിക്കണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം എല്ലാ രീതിയിലുള്ള എനർജി ആൻഡ് എഫേർട്ട് ഷുഡ് ബി ഡൺ to give better product, that is better quality product. Third one is sales concept. Sales concept നമ്മൾ ചെയ്യുന്നത് എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നോ, എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും അതിനെ എങ്ങനെയെങ്കിലും കൺസ്യൂമേഴ്സ് വാങ്ങണം എന്ന രീതി. ദാറ്റ് ഈസ് വി വോണ്ട് ടു പുട്ട് മാക്സിമം എഫേർട്സ് ടു സെൽ ദാറ്റ് പ്രൊഡക്റ്റ് ഇൻ ദി ടാർഗറ്റ് മാർക്കറ്റ്. ടാർഗറ്റ് മാർക്കറ്റിൽ എങ്ങനെയെങ്കിലും ആ പ്രൊഡക്റ്റ് സെൽ ചെയ്യാം എന്നത് മാത്രമാണ് സെയിൽസ് കൺസെപ്റ്റിൽ വരുന്നത്. ഇൻ വിച്ച് വി ക്യാൻ യൂസ് എനി ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ്, ദാറ്റ് ഈസ് അഗ്രസീവ് സെയിൽ എഫേർട്സ് നമുക്ക് ഉപയോഗിക്കാം. നമ്മളുടെ ഇഷ്ടത്തിന് സെയിൽസ് എഫേർട്സ് ഉപയോഗിക്കാം. ഇൻ വിച്ച് വി ക്യാൻ യൂസ് എഫക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്. പല ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിലൂടെ ചെയ്യാം. റീറ്റെയിലേഴ്സ്, ഹോൾസെയിലേഴ്സ് ഓർ ത്രൂ ഏജൻറ്റ്സ് we can sell that product, or through advertisement we want to
we can increase the sales volume. This is what is included in സെയിൽസ് കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഫേംസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെയിൽസ് പ്രൊമോഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഫണ്ടിങ് കൊടുക്കുന്നത്. ദേ വിൽ ബി ഫോക്കസിങ് ഓൺലി ഓൺ ദ സെയിൽസ്, നോട്ട് ഓൺ ദ ക്വാളിറ്റി ഓർ ഓൺ ദ ക്വാളിറ്റി. ക്വാണ്ടിറ്റി ഒന്നുമല്ല അവർ കൺസിഡർ ചെയ്യുന്ന, ജസ്റ്റ് ദ സെയിൽസ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഓക്കെ. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് മാർക്കറ്റ് കൺസെപ്റ്റ്. മാർക്കറ്റ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം കസ്റ്റമർ റിലേറ്റഡ് ആണ്. എപ്പോഴും കസ്റ്റമറിൻ്റെ നീഡ്സ് വോൺസ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സർവീസ്, മാർക്കറ്റ് സർവീസ് റിസർച്ച് ചെയ്ത് മാത്രം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് ആ പ്രൊഡക്റ്റിനെ സെല് ചെയ്യുക ഓർ മാർക്കറ്റ് ചെയ്യുക. ബിക്കോസ് കസ്റ്റമർ ഇസ് എ കിങ് എന്ന ടേം നമ്മൾ കൂടുതൽ നോക്കേണ്ടത് മാർക്കറ്റ് കൺസെപ്റ്റ്. സെയിൽസ് കൺസെപ്റ്റിൽ കസ്റ്റമർ ഇസ് നോട്ട് എ കിങ്. കസ്റ്റമർ അല്ല, നമുക്ക് ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യണം. സോ വി ആർ ഡൂയിങ് എനിത്തിങ് for sale of the product. പക്ഷേ മാർക്കറ്റിംഗ് കൺസെപ്റ്റിൽ എപ്പോഴും കസ്റ്റമറാണ് കിങ്. സോ വി ആർ ഫോക്കസിങ് ഓൺ ദി നീഡ്സ് ആൻഡ് വോൺസ് ഓഫ് ദ കസ്റ്റമർ alone. Okay, that is the market concept. And the last one is societal concept. Societal concept means ഇതിൽ നമ്മൾ ചെയ്യുന്നത് സൊസൈറ്റിയുടെ ലോങ് ടേം ഇൻട്രസ്റ്റിന് വേണ്ടി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം, പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം, അതുപോലെ ലോങ് ടേം വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി ഉണ്ടാകും. സൊസൈറ്റിക്ക് മോശമായിട്ടുള്ള രീതിയിലൊന്നും നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ലിക്കർ പ്രൊഡക്ഷൻ ചെയ്യാം. ലിക്കർ പ്രൊഡക്ഷൻ ഇസ് ബെനിഫിഷ്യൽ ഇൻ കേസ് ഓഫ് നമ്മുടെ ഗവൺമെൻറ്റിന് തന്നെ ഒരു ഹയർ ഇൻകം എന്ന് പറഞ്ഞാൽ ലിക്കർ സെയിലിലൂടെയാണ്. പക്ഷേ ഇതിനൊരു ഡിട്രിമെൻ്റൽ എഫക്റ്റ് ഉണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾവേസ് ഡിട്രിമെൻ്റൽ ടു ദ ഹെൽത്ത് ഓഫ് ദ പീപ്പിൾ. എപ്പോഴും നമ്മൾ അതിൻ്റെ പരസ്യത്തിലും കാണാം ഇറ്റ് ഇസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്, ബട്ട് സ്റ്റിൽ വി ആർ സെല്ലിങ് ഇറ്റ്. പക്ഷെ അങ്ങനെയുള്ള പ്രൊഡക്ട്സിൽ ഇൻ കേസ് ഓഫ് ലിക്കർ ആവാം, സിഗരറ്റ്സ് ആവാം, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ സൊസൈറ്റൽ കൺസെപ്റ്റിൽ വേണം കൺസിഡർ ചെയ്യാൻ. ഓക്കെ, ദീസ് ആർ ദി വേരിയസ് കൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് വിച്ച് ആർ പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, പ്രൊഡക്റ്റ് കൺസെപ്റ്റ്, സെയിൽസ് കൺസെപ്റ്റ്, മാർക്കറ്റ് കൺസെപ്റ്റ് ആൻഡ് സൊസൈറ്റൽ കൺസെപ്റ്റ്. So we have discussed what is the marketing process and also the concept of marketing. ഇനി നമ്മൾ പഠിക്കുന്ന ഇതോടെ നമുക്ക് ഇന്നത്തെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് അപ്രോച്ചസ് ടു മാർക്കറ്റിംഗ്. എന്തൊക്കെ അപ്രോച്ചസ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്? സോ ദിസ് ഈസ് യുവർ അസൈൻമെൻറ്റ് ടോപ്പിക്. I will just discuss what are the approaches. First one is functional approach, second institutional approach, third is commodity approach, fourth decision making approach, legal approach, system approach, economic approach and management approach. ഇത് നിങ്ങളുടെ അസൈൻമെൻ്റ് ആണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുമോ നോക്കുക. ഇഫ് യു ആർ ഗെറ്റിംഗ് ഇറ്റ്, ജസ്റ്റ് ഡൂ ദ അസൈൻമെൻറ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അസൈൻമെൻറ്റിനെ പറ്റിയിട്ടെങ്കിൽ യു ക്യാൻ പേഴ്സണലി കോൺടാക്ട് മീ, ഐ ക്യാൻ ഹെൽപ്പ് യു. ഓക്കെ, അപ്പം ഇന്ന് നമ്മളുടെ ലെക്ചർ എൻഡ് ചെയ്യാണ്. സോ ടുഡേ വി ഹാവ് ഡിസ്കസ് with the module. First we have discussed what is marketing, then its features, its objectives, then the evolution stages, importance or benefits and the role of marketing in economic development and business development, then the marketing utilities, the scope of marketing, the marketing process and the concepts, and last I have given an assignment, that is approaches to marketing. If you have any doubts on the assignments, I can help you. Okay, so that's all for today. ഇത് നമ്മുടെ ഫസ്റ്റ് ലെക്ചർ ആയിരുന്നു. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് മെസ്സേജ് മീ. ഓക്കെ, താങ്ക് യു.